സോൾട്ട് ആൻഡ് പെപ്പർ ഡിയോസ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ UK ഇന്ന് വോട്ടിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു. പക്ഷെ അവർ നമ്മുടെ കൈമ മഷിയൊന്നും പരട്ടി തന്നില്ല. അപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് നടക്കുന്ന വഴിക്ക് നമ്മളൊരു പാർക്ക് കണ്ടു. അപ്പോൾ ആ പാർക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ അതിപുരാതനമായ മണ്ണ് വഴിയില്ലേ, അങ്ങനത്തെ ടാറൊന്നും ചെയ്യാത്തൊരു വഴി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന്. ആ വഴി ഞങ്ങളൊന്ന് തുടങ്ങിയത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അത് അങ്ങോട്ട് നോക്കൂ, നീണ്ടു കിടക്കുന്നു. ഇങ്ങോട്ട് നോക്കൂ, അവിടെയും നീണ്ടു ഘോരമായ വനം. കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? കടിവ്യസ്യവും എന്തെങ്കിലുമൊക്കെ വരാണോ എനിക്ക് പേടിയാവുന്നു. എനിക്ക് ഓടറിയില്ലട്ടാ, എനിക്ക് ഓടാനറിയില്ല, മരം കയറാറില്ലട്ടാ. വോട്ട് ചെയ്യാൻ പോയതാണ് അവസാനം, പക്ഷെ ട്രക്കിംഗ് ആയി അവസാനിച്ചു തോന്നണം. വോട്ട് വന്നപ്പോ നമ്മളൊരു ചിക്കൻ ടിക്ക അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നാളെ നമുക്ക് ഡ്യൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ചെറിയ ഡ്രിങ്ക്സും ഒരു മിൽക്ക് ഷേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാതും ഇത് കഴിഞ്ഞോണ്ട് ഇവിടെ തീരുന്നാണ് തോന്നണത്. അപ്പൊ നമ്മള് രണ്ട് വശത്തും വെള്ള പൂക്കൾ ഇവിടെ ഒരു തുമ്പര പോലത്തെ അല്ലയാണ്, പക്ഷെ ഒരു മണമുണ്ട് ഈ ഒരു പൂവിന്. അതിൽ നിന്നാണ് ഈച്ചകൾ ഇങ്ങനെ കുറെ ഇറക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചുറ്റും വലിയ മരങ്ങളാണ്. ഈ റൂട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് നല്ല വെയിലുള്ളത് കൊണ്ട് വൈറ്റമിൻ ഡി നന്നായിട്ട് കിട്ടും. അവിടെ തന്നെ അത്ര അധികം വെയിൽ എന്ന് പറയല് തണലും ഉണ്ട് മരങ്ങൾ നിൽക്കണ കാരണം. അപ്പൊ ഒരു വെറൈറ്റിയാണ്. കുറെ നാളായി നടന്നിട്ട് അപ്പൊ ഇങ്ങനെ നൈസായിട്ട് രാവിലെ എൻ്റെ ഒന്ന് ശരീരം ഒന്ന് നനങ്ങാൻ വേണ്ടിട്ട്. നമ്മള് ഇപ്പൊ ഏതൊക്കെ വഴിക്ക് എങ്ങനെയൊക്കെ പോണേ നമുക്കൊരു പിടുത്തമില്ല. ഈ വഴിക്ക് ഒരു അന്തവും കൊന്തോ എനിക്കറിയുന്നില്ല ഗൈസ്. തോന്നുന്നത് നമ്മള് ഈ വഴിക്ക് നേരെ നടന്നു നമ്മുടെ അടുത്തൊരു പാർക്ക് ഉണ്ട്, വലിയൊരു പാർക്ക്. അങ്ങോട്ടുള്ള വഴി സാധ്യത. പക്ഷെ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഹൈക്ക് ഡൈവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് തൊട്ടപ്പുറത്ത് വേറൊരു സൈഡിലേക്ക് റൈറ്റിലേക്ക് ഒരു വഴി പോകും. ആ വഴി നമ്മുടെ വീടിനെ അടിക്കാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കട്ടടിച്ച് കയറാൻ പോവാണ്. അപ്പൊ നമ്മള് ഏറ്റവും നല്ലത് അങ്ങനത്തെ ഒരു തീരുമാനമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ നടന്ന് ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ അങ്ങനെ തന്നെ വഴിക്ക് പോകും. പക്ഷെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഇഷ്ടമാവട്ടെ. നൈസാണ് സ്ഥലം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കണ്ടാ, ഫുൾ ഗ്രീനറി, ഒരാളില്ല, നല്ല നല്ല പ്രകൃതിയുടെ മണവും. എന്താ പറയുക, പ്രകൃതിയുടെ മണം എന്നല്ല പറയാ, നല്ല ഗ്രീനറി, നല്ല ഫ്രഷ് എയർ, നമുക്ക് നല്ല രസമുണ്ട് ഇട്ടത്. വിശന്നായിരുന്നു, ചെറുതായിട്ട് ദാഹജലത്തിന് വേണ്ടിട്ട് മിൽക്ക് കുടിക്കുന്നത്. ഇച്ചിരി പ്രോട്ടീൻ റിച്ച് മിൽക്ക് ഷേക്ക് എന്നെ കൂടെ അത്രയ്ക്ക് പറ്റുള്ളൂ. നടന്നത് ക്ഷീണിച്ചപ്പോ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പൊ 5 വർഷം നമ്മുടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുന്നിൽ രാവിലെ മേടിച്ചപ്പോ കുറച്ച് മിൽക്ക് ഷേക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അത് നൈസായിട്ട് പൊട്ടിച്ചിട്ട് കുടിച്ചു നോക്കെ. ഇത് പോയി വഴി അവിടെ എത്തും. നമ്മുടെ വീടിന്റെ ബാക്കിയോടെ ഒരു ചേർന്നിട്ടുള്ള ഒരു വഴിയാണ്. അപ്പൊ ഇത് തോന്നുന്നു ഈ നമ്മുടെ വീടിന്റെ ലൊക്കേഷനിലേക്ക് വരാണെങ്കിൽ നടന്ന ഒന്നൊരു ഹൈക്ക് പോലെ സൈക്കിൾ റൂട്ടാണ് പോകുന്ന പോലത്തെ ഒരു റൂട്ടാണ്. നല്ലോണം കുറേ നാളിന് ശേഷം നല്ല എന്താണ് പറയുക, നല്ല എയർ, ക്ലിയർ ആയിട്ടുള്ള എയർ, കച്ചറൊന്നും ഇല്ലാത്ത എയർ. അവിടെ നല്ല ഗ്രീനറി ഉണ്ട്, നല്ല ഗ്രീനറി. രാവിലെ ഒക്കെ നടക്കിറങ്ങി കഴിഞ്ഞാൽ കളറാവും. ഇതിന് നമ്മുടെ നാട്ടില് മറ്റേ സിപ്പപ്പിന്റെ മണം, സിപ്പപ്പ് മറ്റേ കലക്കിന്റെ മണം. അപ്പൊ ഒരു കൊള്ളാം. ഇത് വേണോ? ഇത് പൊട്ടിക്കണോ? വേണ്ട. ഇത് നോക്ക്, നല്ല വാനില. നാട്ടിലെ സിപ്പപ്പ് ഈ ബ്രാൻഡ് നോക്കിക്കോട്ടോ. പശു കണ്ണ് തള്ളിയിട്ട് നിൽക്കുന്നു പുറത്ത്. പേര് ഷെയ്ക്കുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അപ്പൊ ഷെയ്ക്കുണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ മതി കടല പോയിട്ട്. അപ്പൊ നല്ല ഷെയ്ക്കുണ്ടോ തരും. നമ്മുടെ ഫ്ലേവർ എന്ന് പറയുന്നത് വാനിലിഷ്യസ് മിൽക്ക് ഷേക്ക്. നമ്മൾ ഇംഗ്ലീഷ് കുറച്ച് പുറകിലായിരുന്നു പ്രശ്നം. വാനിലിഷ്യസ് മിൽക്ക് ഷേക്ക് ആണ്. അപ്പൊ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളം വീണ്ടും കുടിക്കണേ. അപ്പൊ നമ്മള് ഒരു സിപ്പ് എടുക്കാൻ പോവാണ്. കുട്ടിക്ക് വേണം, ദാഹിക്കുന്നുണ്ടോ? അധികം മുകളിലേക്ക് കുത്തണ്ട, ചിലപ്പോ പക്ഷികൾ ചിലപ്പോ കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആവും ചിലപ്പോ മിൽക്ക് ഷേക്ക്. നല്ലതാണ് കേട്ടോ.
അപ്പൊ ഈ ഉൺട്രോ മിൽക്ക് ഷേക്ക് എല്ലാവരും പോയിട്ട് ട്രൈ ചെയ്യും. നമ്മള് മേടിച്ചത് നമ്മള് പ്രീമിയർ എന്നാണ് നമ്മൾ മേടിച്ചത്. ഇവിടത്തെ ഒരു ഫുഡ് ചെയിൻ മോൾ ചെറിയൊരു ഗ്രോസറി ബക്കാല ഷോപ്പാണ്. മഡഗസ്കറിലത്തെ പശുവിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ്. അങ്ങനെ ഒരു മിൽക്ക് ഷേക്ക് ആണ്. ഗൈസ്, ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ച് ഇവിടെ നടന്നു പോകുമ്പോ അതിപുരാതനമായ മണ്ണിൽ മൂടിയ ഒരു ശില പോലെ എന്തോ കണ്ടുപിടിച്ചു. ഇതിനി മറ്റേ സമാധി വലുതാണ്. സമാധി 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 ഇത് ഇല പുറത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചിലപ്പോ ഇതോണേ മരം വെട്ടി മറച്ചിട്ടിരിക്കുന്നത് അവിടെ കുഴിയാണ്. സമാധി 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 ഓ സമാധി സമാധി സമാധി. അമ്മ ഒരാളിങ്ങനെ കാര്യായിട്ട് രാവിലെ പിന്നെ അമ്മ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് കാട്ടിയോടെയൊക്കെയാണ് സൈക്കിൾ ഓടണ. എടാ ഗേറ്റ് ആണത്. ഇതൊരു കൂടി നമ്മൾ തിരിച്ച് നടക്കേണ്ടതാണ്. നോക്ക്, എന്ത് ഡബിൾ ചോക്ലേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു കിക്കറ്റിന്റെ പുതിയൊരു ബ്രാൻഡ് ഈസ്റ്ററിന് ശേഷം വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ടോ നല്ല എന്താ ഫ്ലേവർ വായിച്ചു ഫ്ലേവർ വായിക്കും. ഡബിൾ ചോക്ലേറ്റ് കിക്കറ്റിന്റെ കണ്ടോ. അപ്പൊ നമ്മൾ കിക്കറ്റ് കഴിക്കുമ്പോൾ അതിനൊരു സ്റ്റൈലുണ്ട്. അറിയത്തില്ല സ്റ്റൈലിൽ വരുമെന്ന്. സൂമിൻ ചെയ്യൂ അസിസ്റ്റന്റ്. ഓക്കെ, നമ്മളിതിങ്ങനെ പൊട്ടിക്കണം. പൊട്ടി വയ്ക്കും, എടുക്കുക. ടേസ്റ്റ് ഉണ്ടോ? എന്താ വ്യത്യാസമുള്ള? ചോക്ലേറ്റ് വായരക്കാനായിട്ടുള്ള കണ്ണാണ് മുമ്പിലേക്ക് കയറ്റിരിക്കുക. അപ്പോൾ നമ്മൾ നടന്നിട്ട് ഒരു അഞ്ചിലേക്ക് എത്തുന്നുണ്ട്. എങ്ങോട്ടാന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കുണ്ട്ര ഷെയ്ക്കിനോട് ശേഷം നമ്മൾ കഴിക്കുന്ന പുതിയ ഐറ്റം. അതിന്റെ പ്രൊനൗൺസിയേഷൻ അതന്നെയാണോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കുണ്ട്രോയെ പിന്നെ അങ്ങനെയൊക്കെ പേരിടും ഒരു സാധനത്തിന്. മസ്റ്റർ ടിക്കറ്റ് കഴിക്കാത്ത ആരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കവർ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് കിറ്റ്കാറ്റ് ഡബിൾ ചോക്ലേറ്റ്. നൈസ് ഐറ്റം. അതാ നമ്മളൊരു പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. ഇത് ഇവിടെ കുറച്ച് വീടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ മനുഷ്യപ്പറ്റുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഏയ് മാൻ, ദിസ് ഇസ് സ്പ്രിംഗ്നൽ ഓർ മറ്റേതല്ലേ? എടാ ഇത് മറ്റേ സ്ഥലമല്ലേ നമ്മൾ എത്തിയത്? അനുവിന്റെ വീടിന്റെ അടുത്ത് എത്തിയ അവിടേക്കാണ് എത്ര ദൂരം നമ്മൾ നടന്നത്. ഇവിടെ ഞങ്ങൾക്കൊരു പാർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓ മോനെ, ആന്റിമാരൊന്നും കൊണ്ടുവന്നില്ലടാ. ഫൈനലി നമ്മളൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു. പാർക്കിലൊന്നും ആളില്ല. ഇതോണം ശരിക്കും ഇതൊരു നടക്കാനും സൈക്കിളിൽ പോകാൻ പറ്റിയൊരു വഴിയുടെ ആ വഴി തിരിച്ചു കാട്ടി കൊടുത്ത വഴിക്ക് നേരെ പുറന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാനും രാവിലെ ഒന്ന് കൈകാലൊക്കെ നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പൊ നമ്മള് നടന്ന് നല്ലൊരു ട്രിപ്പായിരുന്നു. നൈസായിരുന്നു. നല്ലൊരു ട്രക്കിങ്. രാവിലെ തന്നെ ഒന്ന് കൈകാലൊക്കെ നനക്കാൻ പറ്റിയത്. പക്ഷെ നമ്മൾ കുറച്ച് ഡ്രിങ്ക്സ് സാധനം കുടിച്ചു. പക്ഷെ കാനത്തിലൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പേഷ്യന്റിനോട് കൂടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മളൊരു മനുഷ്യപ്പറ്റുള്ള നമ്മുടെ ബാക്കിൽ കാണുന്ന നമ്മൾ ഷോപ്പിങ്ങിന് വരുന്ന സെയിൻസ്ബറി ബ്രിട്ടർ സെന്ററിലേക്കാണ് വന്ന് മുട്ടിയത്. അപ്പൊ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഈ കാണുന്ന ബാക്കിലെ വഴി ഒരു ഒറ്റ സ്ട്രെച്ച് 2 കിലോമീറ്ററിന് മേലെ ഉണ്ട്. അപ്പൊ നൈസ് സ്ഥലമാണ്. മസ്റ്റ് അടിപൊളി സ്ഥലം. നമ്മൾ ഇവിടേക്ക് വരാണെങ്കിൽ ചെയ്യുന്ന നടക്കാൻ വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. തൊട്ട് മുന്നിൽ തന്നെ ഇവിടെ ഒരു കുളമുണ്ട്. ഡേഞ്ചർ ആണ്, ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അതുപോലെ തന്നെ ഫുഡ് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു. നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ സാൾട്ട് ആൻഡ് പ്രൊഡ്യൂസർ ഒരു പേജ് ഉണ്ട്. അതിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ഷോർട്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ എൻജോയ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.